എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷനിന്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാതകങ്ങളെക്കുറിച്ചും രസതന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമായ മോൾ കൺസെപ്റ്റിനെക്കുറിച്ചുമാണ്. നിങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ വലിയ ബലൂണുകൾ ആകാശത്ത് പറന്നുയരുന്നത് കണ്ടിട്ടുണ്ടോ? കൊള്ളാം അല്ലേ അത് കാണാൻ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ബലൂണുകൾ മുകളിലേക്ക് ഉയരുന്നത്, അവിടെ ഒഴുകി നടക്കുന്നത്, എന്നിട്ട് താഴേക്ക് വരുന്നതെന്നൊക്കെ? ഹീലിയം എന്ന ഗ്യാസാണ് അത്തരം ബലൂണുകളിൽ നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസുകളുടെ രസകരമായ ലോകത്തേക്കൊന്ന് പോയി നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? ഇത് SSLC കെമിസ്ട്രിയിലെ 4ാമത്തെ പാഠമാണ്. എന്തുകൊണ്ടാണ് ഹീലിയം നിറച്ച ബലൂണുകൾ മുകളിലേക്ക് ഉയരുന്നത്? ആർക്കെങ്കിലും പറയാമോ? അതെ, ഹീലിയം ഗ്യാസിന്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത നമ്മുടെ അന്തരീക്ഷവായുവിനേക്കാൾ കുറവായതുകൊണ്ടാണ്. ഡെൻസിറ്റി കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്ക് ഉയരുമല്ലോ. നമ്മുടെ ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ അവയുടെ ഭൗതിക അവസ്ഥ അനുസരിച്ച് തരംതിരിച്ചാൽ ഏതൊക്കെയാണവ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിൽ ഏതിനാണ് ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റിയുള്ളത്? ഗ്യാസിനാണ്, അല്ലേ? ഇനി നമുക്ക് ഗ്യാസുകളുടെ ചില പ്രത്യേകതകൾ നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ടാകും പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളിലെ കണികകളുടെ ക്രമീകരണത്തെക്കുറിച്ച്. ഗ്യാസുകളിലെ കണികകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ്? വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവ തമ്മിലുള്ള ആകർഷണബലം അഥവാ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. കണികകൾക്ക് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവയുടെ ഊർജ്ജവും വളരെ കൂടുതലായിരിക്കും. ഗ്യാസുകളുടെ ഈ പൊതുവായ സ്വഭാവങ്ങളെ വിശദീകരിക്കാൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ, ലുഡ്വിഗ് ബോൾസ്മാൻ തുടങ്ങിയ ശാസ്ത്രജ്ഞർ ചേർന്ന് കൈനറ്റിക് മോളിക്കുലാർ തിയറി എന്നൊരു സിദ്ധാന്തം മുന്നോട്ടുവച്ചു. നമുക്കതിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഗ്യാസുകൾ വളരെ ചെറിയ കണികകൾ, ആറ്റങ്ങൾ അല്ലെങ്കിൽ തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. രണ്ടാമതായി, ഗ്യാസുകളിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം വളരെ കുറവാണ്. മൂന്നാമതായി, തന്മാത്രകൾ തമ്മിൽ വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഗ്യാസിന്റെ മൊത്തം വോളിയവുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്മാത്രകളുടെ സ്വന്തം വോളിയം വളരെ നിസ്സാരമാണ്. നാലാമതായി, ഗ്യാസിലെ തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ട് നമുക്കതിന്റെ വോളിയം കുറയ്ക്കാൻ കഴിയും. അഞ്ചാമതായി, ഗ്യാസിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു, അതുപോലെ അവ അടങ്ങിയിരിക്കുന്ന പാത്രത്തിന്റെ ഭിത്തികളിലും ഇടിക്കുന്നു. ഈ കൂട്ടിയിടിക്കൽ മൂലമാണ് ഗ്യാസിന് മർദ്ദം അഥവാ പ്രഷർ ഉണ്ടാകുന്നത്. ആറാമതായി, ഗ്യാസ് തന്മാത്രകളുടെ കൂട്ടിയിടികൾ ഇലാസ്റ്റിക് സ്വഭാവമുള്ളവയാണ്. അതായത് കൂട്ടിയിടിക്ക് മുൻപും ശേഷവും തന്മാത്രകളുടെ ഗതികോർജ്ജം തുല്യമായിരിക്കും. ഏഴാമതായി, ഗ്യാസ് തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം അതിന്റെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. അതായത് താപനില കൂടുമ്പോൾ ഗതികോർജ്ജവും കൂടും. ഇനി നമുക്ക് ഗ്യാസുകളുടെ അളക്കാവുന്ന ഗുണങ്ങളായ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ എന്നിവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. 1. വോളിയം. ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. 1 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പിയിലെ വെള്ളം 2 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പിയിലേക്ക് മാറ്റിയാൽ ആ വെള്ളത്തിന്റെ വോളിയം എത്രയായിരിക്കും? 1 ലിറ്റർ തന്നെയായിരിക്കും, അല്ലേ? എന്നാൽ 1 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പിയിലെ ഓക്സിജൻ ഗ്യാസ് 2 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പിയിലേക്ക് മാറ്റിയാലോ അതിന്റെ വോളിയം എത്രയായിരിക്കും? 2 ലിറ്റർ ആയിരിക്കും. കാരണം ഒരു ഗ്യാസിന്റെ വോളിയം എന്നത് അത് അടങ്ങിയിരിക്കുന്ന പാത്രത്തിന്റെ വോളിയമാണ്. അതെത്ര വലിയ പാത്രമാണോ അത്രയും സ്ഥലത്തേറ്റ് ആ ഗ്യാസ് വ്യാപിക്കും. കൊള്ളാം അല്ലേ? വോളിയം പറയാൻ നമ്മൾ സാധാരണയായി ലിറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. 1000 മില്ലി ലിറ്ററാണ് 1 ലിറ്റർ. വോളിയത്തിന്റെ SI യൂണിറ്റ് ക്യൂബിക് മീറ്റർ, മീറ്റർ ക്യൂബാണ്. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ഒരു പാത്രത്തിന്റെ വോളിയമാണ് 1 മീറ്റർ ക്യൂബ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്ററിന് തുല്യമാണ്. 2. പ്രഷർ. ഗ്യാസിലെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കണ്ടു. ഈ ചലനത്തിന്റെ ഫലമായി അവ പരസ്പരവും പാത്രത്തിന്റെ ഭിത്തികളിലും കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടിക്കൽ കാരണം ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത്. പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ. സാധാരണയായി പ്രഷർ പറയുന്നത് അന്തരീക്ഷമർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ ATM എന്ന യൂണിറ്റിലാണ്. പ്രഷറിന്റെ SI യൂണിറ്റ് പാസ്കൽ അഥവാ PA ആണ്. 3. ടെമ്പറേച്ചർ. ഗ്യാസുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് താപനില അഥവാ ടെമ്പറേച്ചർ. തന്മാത്രകളുടെ ചലനം മൂലം അവയ്ക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഒരു ഗ്യാസിനെ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടുന്നു. അപ്പോൾ താപനിലയും കൂടുന്നു. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ അഥവാ K ആണ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ സെൽഷ്യസ് വിലയോടൊപ്പം 273 കൂട്ടിയാൽ മതി. അതായത് T ഡിഗ്രി സെൽഷ്യസ് T+273K. ഇനി നമുക്ക് ഗ്യാസ് നിയമങ്ങളിലേക്ക് കടക്കാം. വാതകങ്ങളുടെ ഈ ഗുണങ്ങളായ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്നിവ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമങ്ങളാണിത്. ബോയിൽസ് നിയമം.
ഈ നിയമം പറയുന്നത് ഒരു ഗ്യാസിന്റെ പ്രഷറും വോളിയമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ഒരു വലിയ സിറിഞ്ച് എടുത്ത് അതിലെ പിസ്റ്റൺ പുറത്തെടുക്കുക. അതിനുശേഷം വായു നിറച്ച് കെട്ടിയ ഒരു ചെറിയ ബലൂൺ സിറിഞ്ചിനകത്തേക്ക് വെക്കുക. ഇനി പിസ്റ്റൺ തിരികെ വെച്ച് സിറിഞ്ചിന്റെ അറ്റം വിരൽ കൊണ്ട് അടച്ചു പിടിക്കുക. ഇനി പിസ്റ്റൺ അകത്തേക്ക് തള്ളുമ്പോൾ ബലൂണിന് എന്ത് സംഭവിക്കും? ബലൂൺ ചുരുങ്ങും, അല്ലേ? കാരണം സിറിഞ്ചിനകത്തെ പ്രഷർ കൂടിയപ്പോൾ വോളിയം കുറഞ്ഞു. ഇനി പിസ്റ്റൺ പുറത്തേക്ക് വലിച്ചാലോ? ബലൂൺ വികസിക്കും, കാരണം പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞപ്പോൾ വോളിയം കൂടി. ഈ ബന്ധം ആദ്യമായി മുന്നോട്ട് വെച്ചത് റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. 1662 അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. ബോയിൽസ് നിയമം പറയുന്നത് ഇതാണ്: താപനില സ്ഥിരമായിരിക്കുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒരു നിശ്ചിത മാസ് ഗ്യാസിന്റെ വോളിയം വി അതിന്റെ പ്രഷറിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് വി പ്രൊപ്പോർഷണൽ ടു 1/p. ഇതിനെ നമുക്ക് PV = K എന്ന ഒരു സ്ഥിരസംഖ്യയെന്ന് എഴുതാം. P1 മർദ്ദത്തിൽ ഒരു ഗ്യാസിന്റെ വ്യാപ്തം V1ഉം P2 മർദ്ദത്തിൽ വ്യാപ്തം V2ഉം ആണെങ്കിൽ ബോയിൽ നിയമമനുസരിച്ച് P1V1 = P2V2 ആയിരിക്കും. നമ്മുടെ നിത്യജീവിതത്തിലും ഇതിന് ഉദാഹരണങ്ങളുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ബലൂണുകൾ മുകളിലേക്ക് പോകുന്തോറും വലുതായി വരുന്നത് കണ്ടിട്ടുണ്ടോ? മുകളിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. അപ്പോൾ ബലൂണിനകത്തെ ഗ്യാസിന്റെ വോളിയം കൂടുന്നു. അതുകൊണ്ടാണ് ബലൂൺ വികസിക്കുന്നത്. അതുപോലെ ഒരു അക്വാരിയത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന വായുകുമിളകൾ മുകളിലേക്കെത്തുമ്പോൾ വലുതായി വരുന്നത് എന്തുകൊണ്ടാണ്? അടിയിൽ പ്രഷർ കൂടുതലാണ്, മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയുന്നു. അപ്പോൾ കുമിളയുടെ വോളിയം കൂടുന്നു. സിമ്പിളല്ലേ? ഒരു കണക്ക് ചെയ്തു നോക്കിയാലോ? ഒരൊറ്റ മർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് ഗ്യാസിന്റെ വോളിയം 44 ലിറ്ററാണ്. മർദ്ദം 4 അറ്റായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ പുതിയ വോളിയം എത്രയായിരിക്കും? നമുക്കറിയാം P1V1 = P2V2. ഇവിടെ P1 = 1 അറ്റ്, V1 = 44 ലിറ്റർ, P2 = 4 അറ്റ്. 1 × 44 = 4 × V2. V2 = 44/4. V2 = 11 ലിറ്റർ. കണ്ടോ? പ്രഷർ 4 മടങ്ങ് കൂടിയപ്പോൾ വോളിയം 4/1 കുറഞ്ഞു. ഇതാണ് ബോയിൽസ് നിയമം. നമ്മൾ ബോയിൽസ് നിയമം പഠിച്ചു. ഇനി അടുത്ത നിയമത്തിലേക്ക് കടക്കാം. അതാണ് ചാൾസ് നിയമം, ചാൾസ് ലോ. ഈ നിയമം ഒരു ഗ്യാസിന്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ഇതും നമുക്കൊരു പരീക്ഷണം വഴി മനസ്സിലാക്കാം. ഒരു ഗ്ലാസ് ബോട്ടിലിന്റെ അടപ്പിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി അതിലൂടെ ഒരു ഒഴിഞ്ഞ റീഫിൽ കടത്തിവെക്കുക. റീഫിലിന്റെ നടുക്കായി ഒരു തുള്ളി മഷി വയ്ക്കുക. ഇനി നിങ്ങളുടെ കൈപ്പത്തി കൊണ്ട് ആ ബോട്ടിൽ മൂടിപ്പിടിക്കുക. എന്ത് നിരീക്ഷിക്കാൻ കഴിഞ്ഞു? മഷിത്തുള്ളി മുകളിലേക്ക് ഉയർന്നു വരുന്നതായി കാണാം, അല്ലേ? എന്തുകൊണ്ടാണിത്? നമ്മൾ കൈകൊണ്ട് ബോട്ടിൽ മൂടിയപ്പോൾ ബോട്ടിലിനകത്തെ വായുവിന്റെ താപനില കൂടി. താപനില കൂടിയപ്പോൾ വായു വികസിച്ചു, അതായത് അതിന്റെ വോളിയം കൂടി. അതുകൊണ്ടാണ് മഷിത്തുള്ളി മുകളിലേക്ക് ഉയർന്നത്. ഇനി ആ ബോട്ടിൽ തണുത്ത വെള്ളത്തിൽ വെച്ചാലോ? മഷിത്തുള്ളി താഴേക്ക് വരും. കാരണം താപനില കുറഞ്ഞപ്പോൾ വോളിയം കുറഞ്ഞു. ഈ ബന്ധം ആദ്യമായി പഠിച്ചത് ജാക്വസ് ചാൾസ് എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ചാൾസ് നിയമം പറയുന്നത് ഇതാണ്: പ്രഷർ സ്ഥിരമായിരിക്കുമ്പോൾ, അതായത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഒരു നിശ്ചിത മാസ് ഗ്യാസിന്റെ വോളിയം വി അതിന്റെ കെൽവിൻ സ്കെയിലിലുള്ള താപനിലയ്ക്ക് നേരനുപാതത്തിൽ, അതായത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. V is proportional to T. ഇതിനെ നമുക്ക് V/T = K എന്നെഴുതാം. T1 താപനിലയിൽ ഒരു ഗ്യാസിന്റെ വ്യാപ്തം V1ഉം T2 താപനിലയിൽ വ്യാപ്തം V2ഉമാണെങ്കിൽ ചാൾസ് നിയമമനുസരിച്ച് V1/T1 = V2/T2 ആയിരിക്കും. ചാൾസ് നിയമമനുസരിച്ച് താപനില കുറയുമ്പോൾ വോളിയം കുറയുമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ താപനില കുറച്ചു കൊണ്ടുവന്നാൽ ഒരു പ്രത്യേക താപനിലയിൽ ഗ്യാസിന്റെ വോളിയം 0 ആ താപനിലയാണ് -273.15 °C. ഇതിനെയാണ് അബ്സല്യൂട്ട് സീറോ അഥവാ കേവല 0 എന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ലോർഡ് കെൽവിൻ സ്കെയിൽ എന്ന താപനിലയുടെ സ്കെയിൽ വികസിപ്പിച്ചത്. കെൽവിൻ സ്കെയിലിൽ 0K എന്നത് -273.15 °C തുല്യമാണ്. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറുകളിൽ മർദ്ദം കുറച്ച് കാറ്റു നിറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ ടയറിനുള്ളിലെ വായു വികസിച്ചും വോളിയം കൂടും. അപ്പോൾ പ്രഷർ വല്ലാതെ കൂടി ടയർ പൊട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചാൾസ് നിയമത്തിന്റെ ഒരു പ്രായോഗിക ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തെ നിയമം, അതാണ് അവോഗാഡ്രോ നിയമം, അവോഗാഡ്രോസ് ലോ. ഈ നിയമം ഒരു ഗ്യാസിന്റെ വോളിയവും അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണവും, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എണ്ണും തമ്മിലുള്ള ബന്ധമാണ്. നിയമം ഇതാണ്:
താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ തുല്യവ്യാപ്തമുള്ള എല്ലാ വാതകങ്ങളിലും തുല്യ എണ്ണം തന്മാത്രകൾ അടങ്ങിയിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു ഗ്യാസിന്റെ വോളിയം V, അതിലടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം N-ന് നേരനുപാതത്തിലായിരിക്കും. അതായത് V is proportional to N. ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വായു അകത്തേക്ക് കടത്തിവിടുന്നു. അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ബലൂണിന്റെ വോളിയവും കൂടുന്നു. ഇത് അവോഗാഡ്രോ നിയമത്തിന് ഉദാഹരണമാണ്. ഇനി ഈ 3 നിയമങ്ങളെയും, അതായത് ബോയിൽ, ചാൾസ്, അവോഗാഡ്രോ എന്നീ നിയമങ്ങളെ ഒരുമിച്ച് ചേർത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഐഡിയൽ ഗ്യാസ് സമവാക്യം, അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതാണ് PV = nRT. ഇവിടെ P പ്രഷർ, V വോളിയം, N മോളുകളുടെ എണ്ണം, T താപനില, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന സ്ഥിരസംഖ്യയുമാണ്. ഇനി നമുക്ക് രസതന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് കടക്കാം. അതാണ് മോൾ കൺസെപ്റ്റ്. നമ്മൾ സാധനങ്ങൾ എണ്ണാൻ പല യൂണിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 എണ്ണം, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം, അല്ലേ? അതുപോലെ ആറ്റങ്ങൾ, തന്മാത്രകൾ, അയോണുകൾ തുടങ്ങിയ വളരെ ചെറിയ കണികകളെ എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് മോൾ. ഒരു തുള്ളി വെള്ളത്തിൽ ഏകദേശം 10⁻23 തന്മാത്രകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത്രയും വലിയ സംഖ്യയാണത്. അപ്പോൾ ഇത്രയും ചെറിയ കണികകളെ എണ്ണാൻ ഒരു വലിയ യൂണിറ്റ് തന്നെ വേണ്ടേ? അതാണ് മോൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൽ 6.022 ഗുണിക്കണം 10⁻23 കണികകൾ അടങ്ങിയിരിക്കും. ഈ സംഖ്യയെ അവോഗാഡ്രോ സംഖ്യ അഥവാ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നു. ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമേഡിയോ അവോഗാഡ്രോയുടെ ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു മോൾ വെള്ളം എന്നു പറഞ്ഞാൽ അതിൽ 6.022 ഗുണിക്കണം 10⁻23 ജലതന്മാത്രകളുണ്ടാകും. ഒരു മോൾ ഓക്സിജൻ ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ 6.022 ഗുണിക്കണം 10⁻23 ഓക്സിജൻ ആറ്റങ്ങളുണ്ടാകും. മനസ്സിലായോ? ഇനി നമുക്ക് റിലേറ്റീവ് അറ്റോമിക് മാസും മോളും തമ്മിലുള്ള ബന്ധം നോക്കാം. ഒരാറ്റത്തിന്റെ മാസ് മറ്റൊരു ആറ്റത്തിന്റെ മാസുമായി താരതമ്യം ചെയ്ത് പറയുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 1/12 ഭാഗത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയാണ് മറ്റു മൂലകങ്ങളുടെ അറ്റോമിക് മാസ് പറയുന്നത്. ഇനി എന്താണ് ഗ്രാം അറ്റോമിക് മാസ് അഥവാ GAM? ഒരു മൂലകത്തിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകമെടുത്താൽ അതിനെയാണ് 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ എടുത്താൽ അത് 1 GAM ഓക്സിജനാണ്. 1 GAMൽ എപ്പോഴും 1 മോൾ ആറ്റങ്ങൾ, അതായത് 6.022 ഗുണിക്കണം 10⁻23 ആറ്റങ്ങൾ അടങ്ങിയിരിക്കും. ഇതുപോലെ തന്മാത്രകൾക്ക് ഗ്രാം മോളിക്കുലാർ മാസ് അഥവാ GMM ഉണ്ട്. ഒരു തന്മാത്രയുടെ മോളിക്കുലാർ മാസിന് തുല്യമായ ഗ്രാം അളവിനെയാണ് 1 GMM എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ജലത്തിന്റെ അഥവാ H2Oന്റെ മോളിക്കുലാർ മാസ് 18 ആണ്. 2 ഗുണിക്കണം 1 + 16. അപ്പോൾ 18 ഗ്രാം ജലമെന്നത് 1 GMM ജലമാണ്. 1 GMMൽ എപ്പോഴും 1 മോൾ തന്മാത്രകൾ, അതായത് 6.022 ഗുണിക്കണം 10⁻23 തന്മാത്രകൾ അടങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ മാസിൽ എത്ര മോളുകളുണ്ടെന്നു എങ്ങനെ കണ്ടുപിടിക്കാം? മോളുകളുടെ എണ്ണം സമം തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ GMM. ഉദാഹരണത്തിന് 88 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ എത്ര മോളുകളുണ്ട്? CO2വിന്റെ GMM 44 ആണ്. 12 + 2 ഗുണിക്കണം 16. അപ്പോൾ മോളുകളുടെ എണ്ണം സമം 88/44, 2 മോൾ. സിമ്പിളല്ലേ? അവസാനമായി ഗ്യാസുകളുടെ വോളിയവും മോളും തമ്മിലുള്ള ബന്ധം. അവോഗാഡ്രോ നിയമം പ്രകാരം താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ തുല്യവ്യാപ്തമുള്ള എല്ലാ വാതകങ്ങളിലും തുല്യ എണ്ണം തന്മാത്രകൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ താപനില 273 കെൽവിൻ അഥവാ 0 ഡിഗ്രി സെൽഷ്യസും മർദ്ദം 1 atmമായി നിശ്ചയിച്ചാൽ അതിനെ STP എന്ന് പറയും. STPയിൽ ഏതൊരു ഗ്യാസിന്റെയും 1 മോൾ എടുത്താൽ അത് 22.4 ലിറ്റർ വ്യാപ്തം ഉൾക്കൊള്ളുന്നതായിരിക്കും. ഈ 22.4 ലിറ്ററിനെ മോളാർ വോളിയം എന്ന് പറയുന്നു. അപ്പോൾ STPയിൽ ഒരു ഗ്യാസിന്റെ വോളിയം തന്നാൽ അതിലെ മോളുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? മോളുകളുടെ എണ്ണം സമം തന്നിരിക്കുന്ന വോളിയം ലിറ്ററിൽ
ഡിവൈഡഡ് ബൈ 22.4. ഈ മോൾ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഒരു രാസപ്രവർത്തനത്തിൽ എത്ര അളവിൽ അഭികാരകങ്ങൾ വേണമെന്നും എത്ര അളവിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമെന്നും നമുക്ക് കൃത്യമായി കണക്കുകൂട്ടാൻ സാധിക്കും. ഉദാഹരണത്തിന് 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O എന്ന സമവാക്യം നോക്കൂ. ഇത് പറയുന്നത് 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് 2 മോൾ ജലമുണ്ടാകുന്നു എന്നാണ്. മാസിലേക്ക് മാറ്റിയാൽ 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായി പ്രവർത്തിച്ച് 36 ഗ്രാം ജലമുണ്ടാകുന്നു. ഈ അറിവ് വെച്ച് നമുക്ക് എത്ര ഗ്രാം ഹൈഡ്രജൻ വേണം എന്നോ എത്ര ലിറ്റർ ഓക്സിജൻ വേണമെന്നോ ഒക്കെ കൃത്യമായി കണക്കുകൂട്ടാൻ കഴിയും. കൊള്ളാമല്ലേ കെമിസ്ട്രി? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാനായി 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.